ഹലോ, ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. ഞാൻ രശ്മി, ലൈഫ് കോച്ച്, സക്സസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഡെയിലി റൂട്ടീനിനെ കുറിച്ചാണ്. ഡെയിലി റൂട്ടീൻ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് ഈസി ആയിട്ട് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകാൻ കഴിയും. പതിവായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് പറയാം. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക. ഇന്നത്തെ ദിവസം തന്ന പ്രപഞ്ച ശക്തിക്ക് നന്ദി. രാവിലെ എനിക്ക് ഉണരാൻ സാധിച്ചതിന്, എൻ്റെ കൈകാലുകൾക്ക്, എൻ്റെ ശരീരത്തിന്, എൻ്റെ മനസ്സിന്, എനിക്ക് ചുറ്റിലുള്ള ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി ചെയ്യുക. ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക. കിടന്നുറങ്ങാൻ സഹായിച്ച മുറിക്ക് നന്ദി പറയുക. ഫാനിന്, ബെഡിന്, തലയണയ്ക്ക്, പുതപ്പിന്, അങ്ങനെ നമ്മുടെ മുറിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും നമ്മൾ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബാത്റൂമിൽ പോയി അപ്പോൾ വെള്ളത്തിന് വെള്ളത്തിന് നന്ദി പറയാം. ടോയ്ലറ്റിന് അങ്ങനെ എല്ലാത്തിനും നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ യൂസ് ചെയ്യുന്നു എല്ലാത്തിനും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ആ ദിവസം നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പേപ്പറിൽ ഒരു ദിവസം എഴുതിയാൽ മതി. അഫർമേഷൻ എഴുതുക. ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ഹെൽത്തിനെ പറ്റി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അഫർമേഷൻസ് ഉണ്ടാവും, വെൽത്ത്, റിലേഷൻഷിപ്പ്. ജസ്റ്റ് ഈ അഫർമേഷൻ ഒരു ദിവസം വായിച്ചാൽ തന്നെ നമുക്കത് ബൈ ഹാർട്ടാവും. അഫർമേഷൻ എളുപ്പമാണല്ലോ. നമ്മളുടെ ലൈഫിലേക്ക് വേണ്ട പോസിറ്റീവ് കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കി എഴുതുന്ന സംഭവമാണ്. അപ്പോൾ ഈ അഫർമേഷൻസ് എഴുതി വെച്ചത് ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ച് നന്നായിട്ട് വ്യക്തമാക്കുക എന്നുള്ളതാണ്. സമയമുള്ളവർ തീർച്ചയായും മെഡിറ്റേഷൻ ചെയ്യാൻ ആദ്യം 3 മിനിറ്റ് എടുക്കുക മെഡിറ്റേഷൻ ചെയ്യാൻ. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ഒരു 20 മിനിറ്റ് മെഡിറ്റേഷനൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ചിന്ത വന്ന് മൂടി നമുക്ക് അതിലിരിക്കാൻ കഴിയുമെന്ന് വരില്ല. ഫസ്റ്റ് ടൈം ചെയ്തൊരു വ്യക്തിക്ക് 3 മിനിറ്റ് മതി. പിന്നെ ആ മിനിറ്റ് കൂട്ടി കൊണ്ടുവരിക. ചെയ്യാൻ സമയമുള്ളവർ. അല്ലാത്തവർ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് എന്തായാലും ഒരു സമയം കിട്ടുമല്ലോ, ആ സമയം മെഡിറ്റേഷൻ ഇരിക്കും. മെഡിറ്റേഷൻ്റെ കാര്യം പിന്നെ നമുക്ക് ഗോളാണ് അല്ലേ. എങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്? എന്നും ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാം. പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാവും. ചിലപ്പോൾ ലോങ് ടേം വലിയ ആഗ്രഹങ്ങളായിരിക്കും, നടക്കാനുള്ള ആഗ്രഹമായിരിക്കും. ഷോർട്ട് ടേം ആഗ്രഹങ്ങളായിരിക്കും. ഷോർട്ട് ടേം ആഗ്രഹങ്ങൾ വേഗം എഴുതാം. ചിലപ്പോൾ നമുക്കൊരു പുതിയൊരു വാച്ച് വാങ്ങിക്കണം. അതൊരു ഗോൾ തന്നെയാണല്ലേ. അപ്പോൾ ആ വാച്ചിൻ്റെ പേരടക്കം അതിൻ്റെ ആ ഭംഗി നമ്മൾ മനസ്സിലുണ്ടാവും. അതെല്ലാം സൈസ് എല്ലാം എഴുതി വയ്ക്കുക. അതേപോലെ ഇനി എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള ചെറിയ ആഗ്രഹങ്ങൾ എഴുതി വെക്കുക. അതിന് വേണമെങ്കിൽ ടൈം പീരീഡും കൊടുക്കുക. 3 മാസത്തിനുള്ളിൽ എനിക്കൊരു വാച്ച് വാങ്ങിക്കാൻ സാധിച്ചു, താങ്ക് യു യൂണിവേഴ്സ്. അതിന് താങ്ക് യു എന്ന് എഴുതണം. എഴുതുന്നതിൻ്റെ അടുത്ത് ഒരു ബോക്സ് ഇട്ട് വെക്കുക. എന്തിനീ ബോക്സ് ഇടുന്നത്? അത് കിട്ടിക്കഴിയുമ്പോൾ ശരിയിടുക, ഒപ്പിടാൻ. ഇങ്ങനെ ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക. ഷോർട്ട് ടേം ഗോൾ എന്ന് എഴുതിയിട്ട് ലോങ് ടേം ഗോളിന് എന്തായാലും സമയമെടുക്കും. ആ സമയമെടുക്കുന്ന ഗോള് നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ആക്ഷൻ എടുക്കണമെന്ന് ആദ്യം നമ്മൾ നോക്കണം. വെറുതെ ഗോൾ എഴുതി വെച്ചുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് ഒന്നും വരില്ല. നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സമയത്തിന് വാല്യൂ ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇറക്കുന്ന പണം, ഇപ്പോൾ പണമില്ലെങ്കിൽ അതിന് വേണ്ടുന്ന വഴികൾ എല്ലാം നമ്മൾ തേടണം. അപ്പോൾ ഈസി ആയിട്ട് ആ ഗോളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഒരു ടൈം പീരീഡൊക്കെ വെച്ച് അതിനുവേണ്ടി ചിലവഴിച്ച് ഉറപ്പായും അതിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മളെപ്പോഴും മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ചിന്തകൾക്കും വാക്കുകൾക്കും ആക്ഷനുകൾക്കും ഊർജമുണ്ട്, അതുകൊണ്ട് ചിന്തിക്കുന്നത് പോസിറ്റീവായിരിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കുക. ക്ഷമിക്കാനുള്ള സ്ഥലത്ത് ക്ഷമിക്കുക തന്നെ ചെയ്യുക. നമ്മൾ വെറുതെ വാശിയും വൈരാഗ്യവും മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അതവിടെ ബ്ലോക്കായി കിടക്കും. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കുക. എൻ്റെ ചാനലിൽ ഞാൻ ലെറ്റിൻ ഗോ എക്സസൈസ് എന്ന് പറയുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. എനർജി പാർട്ട് 1, 2 എന്ന് പറഞ്ഞിട്ട്. അത് ലെറ്റിൻ ഗോ എക്സസൈസ് നമ്മൾ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അല്പനേരം ഇരുന്നുകൊണ്ട് നമ്മളുള്ളിലുള്ള പേടി, അനാവശ്യമായ ചിന്തകൾ, ആരുടെയെങ്കിലും വെറുപ്പോ വിദ്വേഷമുണ്ട്, അതെല്ലാം നമ്മൾ അത് ഒഴിവാക്കി വിടുക. മനസ്സിനെ ഫ്രീ ആക്കി വിടുക. മനസ്സ് ഫ്രീ ആകുമ്പോൾ നല്ല ചിന്തകൾ വന്നോളൂ. നിരാശയുടെ ചിന്തകളാണ് ആവർത്തിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അത് തന്നെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവും. ഇങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. പരാജയത്തിൻ്റെ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ക്യാൻസൽ എന്ന് പറയുന്ന സ്വിച്ച് ബോർഡ് ഉണ്ട്, അത് ഉപയോഗിക്കുക. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് രാവിലെ എഴുന്നേറ്റ് ഉടനെ പറയുക. അഫർമേഷൻ എഴുതി വെക്കുക. ഡെയിലി ഈ അഫർമേഷൻസ് പറയുക.
ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച് എല്ലാ അഫർമേഷൻസ് നമുക്ക് പറയാം. അഫർമേഷൻ പറഞ്ഞുകൊണ്ട് ഉറക്കത്തിലേക്ക് പോവുക. മെഡിറ്റേഷൻ ചെയ്യുക, അല്ല അത് കഴിഞ്ഞിട്ടാണ് അഫർമേഷൻ പറഞ്ഞിട്ട് ഉറക്കത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ ജോലിയുള്ളവർക്ക് എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുക? അവരെന്ത് ചെയ്യണം? ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എഴുതാൻ സമയമില്ലെങ്കിൽ പറയാലോ, ജോലിക്ക് പോകുമ്പോഴും പറയാം, ജോലി സ്ഥലത്തുനിന്നും നമുക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ നന്ദി പറയാം. ജോലി തന്നതിന്, കിട്ടിയതിന്, ആ ജോലി നല്ല അറ്റ്മോസ്ഫിയർ തന്നതിന്. ഇനിയിപ്പോൾ ജോലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഈ ജോലിയിൽ നിന്ന് മാറണം, അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ കിട്ടിയ ജോലിക്ക് നിങ്ങൾ നന്ദിയുള്ളവരാണ്. ഈ ജോലി തന്ന യൂണിവേഴ്സിന് നന്ദി പറയാം. എനിക്ക് ഇത്രയും കാലത്ത് ചെയ്യാൻ കഴിഞ്ഞല്ലോ, എൻ്റെ ഒരു മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ജോലിക്ക് വേണ്ടി തേടുക. ആ ജോലി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ആളുകൾ എന്നിലേക്ക് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് മേഖലയാണോ തിരഞ്ഞെടുക്കുന്നത് അത് എഴുതി വയ്ക്കുക. എപ്പോഴും എഴുതി വെച്ച് നമുക്ക് നേടാൻ സാധിക്കും. അത് എഴുതി വെച്ചിട്ട് നമ്മളത് മനസ്സിൽ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് അതിങ്ങനെ മനസ്സിലൂടെ ഒരു ദിവസമൊക്കെ കൊണ്ടുപോവുക. മനസ്സിലൂടെ ഈ ചിന്തകൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഓൾറെഡി അത് സംഭവിക്കാനുള്ള സാധ്യത എവിടെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് എത്തുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. അല്ലാതെ ഇതിൽ വലിയൊരു കാര്യമൊന്നുമില്ല. ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, മേഡം എനിക്ക് ഒരുപാട് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു മാറ്റമൊന്നും വരുന്നില്ല, എന്തെല്ലാം പല കോഴ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം മനസ്സിൻ്റെ പ്രത്യേകത തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഫോർഗീവ്നെസ് കൊടുക്കേണ്ടടുത്ത് ഹീലിംഗ് നടന്നിട്ടില്ല. വീണ്ടും നമ്മൾ പറയും, ഞാൻ ഫോർഗീവ് ചെയ്തു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഫുൾ ഹീലിംഗ് നടക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ ഫുൾ ഹീലായ ഒരു വ്യക്തിക്ക് എന്തും അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡെയിലി റൂട്ടീൻ ഇതൊക്കെയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അഫർമേഷൻ പറയുക, ഗോൾ എന്തും എഴുതണം. ഗോൾ പല ചെറിയ ഗോളുകളൊക്കെ ഉണ്ടാവും നമുക്ക്. അതെല്ലാം എഴുതി ടിക്കറ്റ് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻറ്റ് വരും. എനിക്കിതൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ എനിക്ക് വാങ്ങാൻ സാധിച്ചല്ലോ. വലിയ ഗോളുകളിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി ചെയ്ത് നടക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എല്ലാം പിന്നിൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട്